പരം ശാന്തി. അധ്യായം 10. അന്യഗ്രഹങ്ങളും അവിടുത്തെ ജീവനും. അന്യഗ്രഹ ജീവികളുണ്ടോ? ബ്രഹ്മാന്തരീക്ഷത്തിൽ ഭൂമിയിലൊഴികെ മറ്റെവിടെയെങ്കിലും ജീവൻ ഉണ്ടോ എന്ന കാര്യത്തിൽ ധാരാളം ശാസ്ത്രജ്ഞന്മാരുടെ ഗവേഷണം നടക്കുന്നു. ഈ കാര്യത്തിൽ അന്വേഷണം നടത്തുന്ന ശാസ്ത്രജ്ഞന്മാർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു നിശ്ചയവുമില്ല. അറിയപ്പെട്ട ഭൗതികശാസ്ത്ര, രസതന്ത്ര, ജീവശാസ്ത്ര നിയമങ്ങൾ പ്രകാരം കുറച്ച് അനുമാനങ്ങളിൽ മാത്രമേ എത്തിച്ചേരാൻ കഴിയൂ. അഥവാ അങ്ങനെ ജീവനുണ്ടെങ്കിൽ എന്തുകൊണ്ട് കണ്ടെത്താൻ കഴിയുന്നില്ല? ഇനി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ലോകത്തിന് മുൻപിൽ എത്തിക്കുവാൻ കഴിയുന്നില്ല? ഈ കാര്യങ്ങളെക്കുറിച്ച് സുപ്രീം നോളജിൻ്റെ അടിസ്ഥാനത്തിൽ ബാപ്പുജി പറഞ്ഞതിനെക്കുറിച്ച് ചിന്തിക്കാം. ചൊവ്വ ഗ്രഹത്തിലെ ജീവൻ. ബാപ്പുജി പരഗ്രഹ ജീവിതത്തെക്കുറിച്ച് വളരെ വിസ്താരമായി പലതും പറഞ്ഞിട്ടുണ്ട്. പരഗ്രഹ ജീവിതത്തെക്കുറിച്ച് അറിയാൻ നാം ആദ്യം ചൊവ്വ ഗ്രഹത്തിലെ ജീവനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കാം. ചൊവ്വ ഗ്രഹം സൂര്യൻ്റെ 4ാമത്തെ ഗ്രഹമാണ്. ഇവിടെ ജീവനുണ്ടാകാനുള്ള സാധ്യതകളെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ബാപ്പുജി പറയുന്നു ചൊവ്വയിലും ജീവനുണ്ട്. ഹൈന്ദവ ശാസ്ത്രപ്രകാരം ചൊവ്വ ഭൂമിയുടെ പുത്രനാണ്. ഏകദേശം 8000 വർഷങ്ങൾക്ക് മുമ്പ് ചൊവ്വയിൽ ഭാരം കുറഞ്ഞ മനുഷ്യരുണ്ടായിരുന്നു. അവരുടെ 5 തത്വങ്ങൾ ഭാരം കുറഞ്ഞതായിരുന്നു. മണ്ണിൻ്റെയും ജലത്തിൻ്റെയും അളവ് വളരെ കുറവായിരുന്നു. അത് വളരെ നല്ല ഒരു ലോകമായിരുന്നു. ഭൂമിയിലെ സത്യലോകത്തെപ്പോലെ സുന്ദരമായിരുന്നു. അവരുടെ സങ്കല്പം ശക്തിശാലിയായിരുന്നു. അവർ ഉയർന്ന ടെക്നോളജി ഉപയോഗിച്ചിരുന്നു. അവർക്ക് അന്തരീക്ഷത്തിലേക്ക് ഉയരാനുള്ള കഴിവുണ്ടായിരുന്നു. വളരെ സമയം മുൻപ് ചൊവ്വയിൽ മറ്റു ലോകങ്ങളിൽ നിന്നുള്ള ജീവികളും വന്നിരുന്നു. അവരുടെ പക്കലും ഹൈ ടെക്നോളജി ഉണ്ടായിരുന്നു. ചൊവ്വയിലെ യഥാർത്ഥ ജീവികൾക്ക് മറ്റു ലോകങ്ങളിൽ നിന്നും വന്നവർ പരമാണു പ്രയോഗം നടത്തിയേക്കുമെന്നുള്ള ഭയം ജനിച്ചു. അങ്ങനെ അവരിൽ കുറച്ചുപേർ ഭൂഗർഭത്തിലേക്ക് പോയി. അവർ മാത്രമാണ് രക്ഷപ്പെട്ടത്. എങ്ങനെയാണോ ഭൂമിയിൽ ധർമ്മയുദ്ധം നടക്കുന്നത്, അതുപോലെ ചൊവ്വയിലും 8000 വർഷങ്ങൾക്ക് മുൻപ് ധർമ്മയുദ്ധം നടന്നിരുന്നു. ആ പരമാണു യുദ്ധത്തിൽ ഭൂകമ്പവും സംഭവിച്ചു. അങ്ങനെ ചൊവ്വയിലെ ജീവിതം പൂർണ്ണമായും അസ്തമിച്ചു. അവിടുത്തെ വായുമണ്ഡലം ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷത്തിൽ എത്തിച്ചേർന്നു. ആ പരമാണു യുദ്ധത്തിൽ നിന്നും രക്ഷപ്പെട്ടവർ അന്യഗ്രഹത്തിൽ ചേക്കേറി. കുറച്ചുപേർ ഭൂമിയിലേക്കും വന്നു. നമ്മുടെ ഭൂമി 5 തത്വങ്ങളായതുകൊണ്ട് അവരുടെ ശരീരവും അത്തരത്തിൽ പരിവർത്തനപ്പെട്ടു. അവരുടെ ശരീരത്തിൽ തത്വങ്ങളുടെ ഭാരവും ഉണ്ടായി. അവർ അവരുടെ മൂലസ്വരൂപം മറന്നുപോയി. ബാപ്പുജി പറയുന്നു ചൊവ്വ ഗ്രഹത്തിൽ നിന്ന് 3 തത്വജീവികൾ ഇപ്പോഴും ജീവിക്കുന്നു. ചൊവ്വയിൽ ഇപ്പോഴും ജലമുണ്ട്, എന്നാൽ അത് ഉപരിതലത്തിന് താഴെയാണ്. വെള്ളം കാണാൻ കഴിയില്ല. 20 വയസ്സുകാരനായ ഒരു റഷ്യക്കാരൻ യുവാവുണ്ടായിരുന്നു. ബോറിസ്ക എന്നായിരുന്നു പേര്. അദ്ദേഹം ആദ്യം ചൊവ്വയിൽ ജീവിച്ചിരുന്നതായി അവകാശപ്പെട്ടിട്ടുണ്ട്. വൈജ്ഞാനിക ലോകത്തെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അന്തരീക്ഷത്തിലെ മറ്റ് ഗ്രഹങ്ങളെക്കുറിച്ചും ആ യുവാവ് പറഞ്ഞിട്ടുണ്ട്. ഈജിപ്തിലെ പിരമിഡുകളുമായി ചൊവ്വ ഗ്രഹത്തിന് ബന്ധമുണ്ട് എന്നും വരും വർഷങ്ങളിൽ ഈ സത്യം വെളിപ്പെടുമെന്നും ബോറിസ്ക അവകാശപ്പെട്ടിരുന്നു. പൂർവ്വജന്മത്തിൽ താൻ ചൊവ്വയിലെ ഏതു ഭാഗത്തായിരുന്നുവോ ആ ഭാഗം ഏതോ പ്രകൃതി ദുരന്തത്താൽ നഷ്ടപ്പെട്ടതായും ബോറിസ്ക പറയുന്നു. എന്നിട്ടും അവർ ഭൂമിക്കടിയിൽ ജീവിച്ചിരുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിക്കുകയും ചെയ്തിരുന്നു. ചൊവ്വ ഗ്രഹത്തിൽ വലിയ പ്രളയം നടന്നതിന് ശേഷം അദ്ദേഹം ഭൂമിയിൽ വന്ന് ജന്മമെടുത്തു. സ്റ്റാർ ചൈൽഡിനെ കുറിച്ചും ബാപ്പുജി തൻ്റെ സുപ്രീം നോളജിൻ്റെ അടിസ്ഥാനത്തിൽ വിവരിച്ച് തന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികൾ വളരെ ബുദ്ധിമാന്മാരായിരിക്കും. ഇത് അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ അവരുടെ ടെക്നോളജി പഠിപ്പിക്കാൻ വരുന്നതാണ്. ഇവർ ഭൂമിയിൽ വരുന്നതിന് കാരണം ഭൂമിയിലുള്ളവരെ നല്ലത് പഠിപ്പിക്കുന്നതിനും മനുഷ്യവംശത്തിന് നല്ലത് ചെയ്യുന്നതിനും വേണ്ടിയുമാണ്. ബാപ്പുജി പറയുന്നു അങ്ങനെയുള്ള കുട്ടികൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഉയർന്ന ശിക്ഷണം സ്വീകരിക്കുന്നു. അലൗകികമായ കഴിവുകളും കാണപ്പെടുന്നു. കുട്ടികൾ അസാധാരണ ഗുണവിശേഷങ്ങളുള്ളവരായി കാണപ്പെടുന്നു. ഇങ്ങനെയുള്ളവർ
സൈക്കിക് പവർ കൂടുതലുള്ളവരായിരിക്കും. സ്റ്റാർ ചൈൽഡിന് മറ്റു ബ്രഹ്മാണ്ടങ്ങളിൽ നിന്നും നേരെ 60 മുതൽ 90 ദിവസത്തിനകം ഏതെങ്കിലും ഗർഭത്തിൽ പ്രവേശിക്കുന്നു. അങ്ങനെയുള്ള ആത്മാക്കളിൽ അധിക ശക്തി ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ആത്മാക്കൾ ഭൂമിയിൽ ജനിക്കുന്നതിനെ ആർക്കും തടയാൻ കഴിയില്ല. ഇങ്ങനെയുള്ള ആത്മാക്കൾ വളരെ ശക്തിശാലിയായിരിക്കും. കൂടാതെ ഒരു വിധത്തിലുള്ള നെഗറ്റീവ് ആത്മാക്കൾക്കും അവരെ സ്വാധീനിക്കാൻ കഴിയില്ല. ഇങ്ങനെയുള്ള അസാധാരണവും അലൗകികവുമായ കഴിവുകളുള്ള കുട്ടികളെ കണ്ടെത്തുന്നതിനായി 1982 ചൈന ഒരു പദ്ധതി തയ്യാറാക്കിയിരുന്നു. അങ്ങനെ 1,00,000 കുട്ടികളെ അവർ കണ്ടെത്തി. ഈ ആത്മാക്കൾ അന്യ യൂണിവേഴ്സിൽ നിന്നോ ഗാലക്സികളിൽ നിന്നോ കൂട്ടമായി പരംതത്വത്തിൻ്റെ ഒരു കവചത്തിൽ നമ്മുടെ പരംധാമത്തിൽ എത്തുന്നു. അവിടെ നിന്ന് ആകാരി രൂപം പ്രാപിച്ച് വിഷ്ണുപുരിയിലും തുടർന്ന് ബ്രഹ്മപുരിയിലും എത്തുന്നു. പിന്നീട് ഭൂലോകത്തിന് ഏതാനും ദൂരത്തിൽ നിന്നുകൊണ്ട് നിരീക്ഷിച്ചുകൊണ്ട് ഇച്ഛപ്രകാരം രൂപമെടുക്കുന്നു. ഈ ആത്മാക്കൾ ജാതി സമുദായങ്ങൾക്ക് അതീതമായിരിക്കും. ഇവരുടെ DNA സ്ട്രക്ചർ പോലും വ്യത്യസ്തമായിരിക്കും. സ്റ്റാർ ചൈൽഡ് ആത്മാക്കൾ ഭൂമിയിൽ പ്രത്യേക ഉദ്ദേശത്തിൽ ജനിക്കുന്നു. അങ്ങനെയുള്ള ആത്മാക്കൾ ഭൂമിയിൽ നിന്നും ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ജന്മമെടുക്കുന്നു. കുറച്ച് ആത്മാക്കൾ ആധ്യാത്മികത പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി, മറ്റു കുറച്ച് ആത്മാക്കൾ ശാസ്ത്രരംഗത്ത് പരീക്ഷണങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഇങ്ങനെയെല്ലാം ജന്മമെടുക്കുന്നു. എന്നാൽ ഭൂമിയിൽ ജന്മമെടുക്കുമ്പോൾ അല്ലെങ്കിൽ 5 തത്വങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ ആത്മാവ് സ്വയം മറക്കുന്നു. സൂക്ഷ്മലോകത്തെ ആത്മാക്കളാണ് സ്റ്റാർ ചൈൽഡ് ആത്മാക്കൾക്ക് പ്രേരണ നൽകി ജോലി ചെയ്യിക്കുന്നത്. അസാധാരണ ജോലി ചെയ്യുന്നത് സൂക്ഷ്മലോകത്തെ ആത്മാക്കളുടെ കടമയാണ്. ഹൈന്ദവ ധർമ്മത്തിൽ പറയപ്പെടുന്ന ദേവി ദേവതമാരും ഈ ഭൂമിയിൽ സത്യവും നന്മയും പ്രചരിപ്പിക്കുവാൻ വന്നിട്ടുള്ളവരാണ്. അവർ സൂക്ഷ്മലോകത്തിൽ നിന്നും വന്നിട്ടുള്ള ആത്മാക്കളാണ്. അങ്ങനെയുള്ള ആത്മാക്കളുടെ ജന്മവും രഹസ്യം നിറഞ്ഞതാണ്. പലപ്പോഴും അങ്ങനെയുള്ള അതിശക്തരായ സൂക്ഷ്മലോകത്തെ ആത്മാക്കൾ കോശം മാത്രം ഉപയോഗിച്ച് ശരീരത്തിൽ പ്രവേശിച്ച് ഭൂമിയിൽ അവതരിക്കുന്നു. അതിനുശേഷം ഈ ശരീരത്തിലൂടെ മുകളിൽ നിന്നും ജോലി ചെയ്യുന്നു. ഹിന്ദുധർമ്മത്തിലുള്ള ശിവൻ, ശക്തി, ബ്രഹ്മാവ്, വിഷ്ണു മുതലായവർ എല്ലാം തന്നെ തങ്ങളുടെ ആത്മാവിൽ നിന്നും ഒരു കോശം ഉപയോഗിച്ച് ഭൂമിയിൽ മനുഷ്യരായി ജന്മമെടുക്കുന്നു. അവരുടെ ഉദ്ദേശം പൂർത്തീകരിക്കുകയും ചെയ്യുന്നു. ഋഷി, മുനി, മഹർഷി ഇവരുടെ ആഗമനം വളരെ കാലമായി നമ്മുടെ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ശാസ്ത്രങ്ങളിലും ഗ്രന്ഥങ്ങളിലും ഇവരെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ തന്നെ വ്യക്തരൂപത്തിൽ നിന്നും അവ്യക്ത രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ആത്മാവ് കൂടുതൽ ശക്തമാകേണ്ടതുണ്ട്. ഭൂമിക്ക് പുറമേ മറ്റുള്ള ഗ്രഹങ്ങളിലും നക്ഷത്രങ്ങളിലും ജീവനുണ്ടോ? മറ്റുള്ള ഗ്രഹങ്ങളിലും നക്ഷത്രങ്ങളിലും ജീവനുണ്ടോ എന്ന കാര്യം ശാസ്ത്ര ഗവേഷണ രംഗങ്ങളിൽ ഇന്നും രഹസ്യമായി തുടരുന്നു. ഇതുവരെ ഒന്നും തന്നെ കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ബാപ്പുജി പറയുന്നു, സൂര്യൻ, വ്യാഴം, ചൊവ്വ, ശുക്രൻ മുതലായ ഗ്രഹങ്ങളിലും ജീവനുണ്ട്. എങ്ങനെയാണോ ബ്രഹ്മാണ്ടം അങ്ങനെയായിരിക്കും പിണ്ഡാണ്ടം എന്ന് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണോ ബ്രഹ്മാണ്ടത്തിൽ ഉള്ളത് അത് ശരീരത്തിലുണ്ടായിരിക്കും. മുഴുവൻ ബ്രഹ്മാണ്ടങ്ങളിലും ഗാലക്സികളിലും ചെറിയ ചെറിയ സൗരമണ്ഡലങ്ങളിലും ജീവനുള്ളതായി ബാപ്പുജി പറയുന്നു. അവ വിവിധ തത്വങ്ങളാൽ നിർമ്മിതമായതും വിവിധ ഗുണങ്ങൾ ഉള്ളവയുമായിരിക്കും. രചയിതാക്കൾ സ്വന്തം രചനയെ സമാന്തര ബ്രഹ്മാണ്ഡങ്ങളിൽ ഉപേക്ഷിച്ച് ഏതെങ്കിലും ബ്രഹ്മാണ്ഡത്തിൻ്റെ സൂര്യമണ്ഡലത്തിൽ മനുഷ്യജന്മമെടുക്കുകയും തുടർന്ന് രചനയുടെയും രചയിതാവിൻ്റെയും മിലനം അസംഭവമാവുകയും ചെയ്യുന്നു. അവസാനം എപ്പോഴാണോ 100 കല അഥവാ പ്രകാശശക്തി ബ്രഹ്മാണ്ഡത്തിൽ അഥവാ മൾട്ടിവേഴ്സിൽ 10 കലയുടെ പരംപ്രകാശം നിറയുന്നത്, അപ്പോൾ ദുർബലരായ ആത്മാക്കൾ ശക്തിയുള്ളവരാകുന്നു. എന്നാൽ 5-6 കലയുള്ള ആത്മാക്കൾ ശക്തി സംഭരിച്ച് നിരാകാര സ്ഥിതിയിൽ അവരുടെ രചയിതാക്കളുടെ അടുത്ത് എത്തുന്നു. ആ സമയം മുഴുവൻ ആത്മാക്കളും നിരാകാരി സ്ഥിതിയിലായിരിക്കും. ഈ സമയം വിവിധ രൂപത്തിലുള്ള ആത്മാക്കൾ ഭൂമിയിലുണ്ട്. ആകാശതത്വത്താൽ നിർമ്മിതമായ ആത്മാക്കൾ പരംധാമത്തിലെത്തി മുക്തരാകുന്നു. പ്രകാശത്തിൽ നിർമ്മിതമായ ആത്മാക്കൾക്ക്
മറ്റു ബ്രഹ്മാണ്ടങ്ങളിൽ പോകാൻ കഴിയുന്നു. മൃത്യുവിനു വേണ്ടി, സദ്ഗതിക്ക് വേണ്ടി കേവലം ആത്മജ്ഞാനം പ്രയോജനപ്പെടുന്നു. നിരാകാരി അവസ്ഥയുടെ ജ്ഞാനം ലഭിക്കുന്നതിലൂടെ ആത്മാവ് സദ്ഗതി പ്രാപിക്കുന്നു. പരം ശാന്തി.